അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദരങ്ങൾക്കും വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിന്റെ ഈദുൽ ഫിത്തർ ആശംസകൾ. കഴിഞ്ഞ ഒരു മാസക്കാലം വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും തീഷ്ണമായ ചൂടിന്റെ എല്ലാ കാഠിന്യവും അതിജയിച്ച് പകൽ മുഴുവൻ നോമ്പ് നോറ്റ് ഇന്ന് വളരെ സന്തോഷമായ അന്തരീക്ഷത്തിൽ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം ശരീരവും മനസ്സും സംസ്കരിച്ച് അഗതികളോടും ആലംബഹീനരോടും സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരോടും ചേർന്ന് നിന്നുകൊണ്ട് ദാനധർമാദികൾ ചെയ്ത് നല്ലത് മാത്രം പ്രവർത്തിച്ച് സംസ്കാര ചിത്തരായി മുന്നേറിയ നമ്മെ സംബന്ധിച്ച് ഇനിയുള്ള ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ ഒരു പരിശീലനമായി കഴിഞ്ഞ ഒരു മാസക്കാലത്തെ നമ്മൾ വിലയിരുത്തി മുമ്പോട്ട് പോകണം. തുടർന്നുള്ള ജീവിതത്തിൽ ഈ നോമ്പ് മാസക്കാലത്ത് നാം എന്തെല്ലാം വർജിച്ചോ, അരുതാത്തതായ എന്തെല്ലാം വർജിച്ചോ അതെല്ലാം ഇനി ശേഷിക്കുന്ന ജീവിത കാലഘട്ടത്തിലും അതുപോലെ ജീവിക്കാൻ നമുക്കാകണം. എങ്കിൽ മാത്രമേ ഈ നോമ്പ് കാലത്തെ നമ്മുടെ പ്രവൃത്തികൾ സാർത്ഥകമായി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അനുഭൂതിദായകമായ ആത്മീയ അന്തരീക്ഷത്തിലാണ് ഒരു മാസക്കാലത്തെ ഈ നോമ്പ് കടന്നുപോയത്. അതോടൊപ്പം തന്നെ ജമാഅത്തിന്റെ വികസന കാര്യങ്ങളിലും വളരെ ഊന്നൽ കൊടുത്ത ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഏറ്റവും നമുക്കെല്ലാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വലിയ പള്ളി, ഈ ജുമാ മസ്ജിദ് പഴക്കം കൊണ്ട് പല പോരായികകളും ഇന്നുണ്ട്. ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഇത്രയും വലിയ പള്ളിയായിട്ട് പോലും ഇവിടെ എത്തുന്ന നിസ്കരിക്കാൻ എത്തുന്നവരെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ നിലവിലുണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് വളരെ വിപുലമായ ഒരു പുനരുദ്ധാരണ പ്രവർത്തനം, നവീകരണം ലക്ഷ്യമിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വള്ളക്കടവ് മസ്ജിദിനോട്, ജമാഅത്ത് ഓഫീസിനോട് ചേർന്നുള്ള ഒരു കെട്ടിടം ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജായി പ്രവർത്തിക്കുന്ന 5000-ലധികം സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം കൂടി നമ്മൾ വാങ്ങിച്ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ എയ്ഡഡായി നമ്മൾ വിദ്യാഭ്യാസ ഏജൻസി എന്നുള്ള നിലയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്നു. പ്രൈമറി സ്കൂളിലെ, LP സ്കൂളിലെ ആദ്യത്തെ കെട്ടിടം പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലായിട്ട് ഈ വർഷം തന്നെ അത് ഒരു ബ്ലോക്കെങ്കിലും പൊളിച്ച് പുതുതായി നല്ല നിലയിൽ ആധുനിക സൗകര്യത്തോടുകൂടി പണിയണമെന്നുള്ള ആഗ്രഹത്തിൽ അതിനും തുടക്കം കുറിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അങ്ങനെ അനവധി പുരോഗമന പ്രവർത്തനങ്ങൾ, നിർമ്മാണാത്മകമായ സംരംഭങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാൻ ഈ വർഷം നമുക്കാകണം. ഇതുവരെ ജമാഅത്തിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുകയും സഹകരിക്കുകയും താങ്ങും തണലുമായി പ്രവർത്തിച്ച നാട്ടിലെയും വിദേശത്തെയും അതുപോലെ തന്നെ ഈ മഹല്ലുമായി സഹകരിക്കുന്ന ഇതര മഹല്ല് നിവാസികളായ ആളുകളെയെല്ലാം ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, ഇന്ന് നാടിന്റെ നാനാഭാഗത്തും അതിഭീകരമായ ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കുടുംബത്തെയും നാടിനെയും വ്യക്തികളെയും സമൂഹത്തെയും എല്ലാം ബാധിക്കുന്ന വിധത്തിൽ വളരെ ആപൽക്കരമായ അവസ്ഥ സംജാതമായിട്ടുണ്ട് എന്ന് ഓരോ ദിവസത്തെയും നമ്മുടെ അനുഭവങ്ങളും ബോധ്യങ്ങളും നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള ശക്തമായ ഒരു നീക്കം, ലഹരിക്കെതിരെ, ലഹരി കാരണം നമ്മളെ ഭാവി തലമുറ തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയ്ക്കെതിരെ മഹല്ല് ജമാഅത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മറ്റ് ലഹരികൾ, അനുവദനീയമായ ഈ രാസലഹരിക്കും അതുപോലെ തന്നെ മദ്യത്തിന്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും ലഹരിയിൽ നിന്ന് ജനങ്ങളെ, വിദ്യാർത്ഥികളെ മോചിപ്പിച്ച് അവർക്ക് അനുവദിക്കപ്പെട്ട മറ്റ് ലഹരികളിലേക്ക്, അനുവദനീയമായ ലഹരികളിലേക്ക്, അവർക്ക് ഗുണാത്മകമായ ലഹരികളിലേക്ക് അവരെ വഴിതിരിച്ച് വിടുന്നതിനുള്ള വളരെ നല്ല ചില പ്രക്രിയകൾക്ക് തുടക്കം കുറിക്കാനും ജമാഅത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
നമ്മുടെ നാട്ടിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പെരുന്നാള് നിസ്കാരത്തിനായി ഒത്തുകൂടിയത്. വളരെ പുലർകാലത്ത് തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ പള്ളികളിലേക്ക് ഒറ്റയ്ക്കും കൂട്ടായും ആളുകൾ എത്തി. ഇവിടെ നമ്മളെ മൈതാനം നിറയുന്നതിന് പ്രവിശാലമായ ഈ മുറ്റത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര വിശ്വാസികൾ ഇവിടെ ഒത്തുകൂടി. എല്ലാവരെയും വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിന്റെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ ഈ പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രവാസ ജീവിതത്തിനിടയിലും നാടിനോട് മനസ്സ് ചേർത്ത് വെച്ച് നാടിന്റെ എല്ലാ സംരംഭങ്ങൾക്കും കൈത്താങ്ങായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവാസികളെ ഈ തരുണത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. എല്ലാവർക്കും അതുപോലെ തന്നെ രോഗികളായി ആശുപത്രികളിലും വീടിലും കഴിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലം നോറ്റ നോമ്പും അതുപോലെ സൽക്കർമ്മങ്ങളും പടച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർ ജീവിതത്തിൽ കഴിഞ്ഞ നോമ്പുകാലം നമുക്ക് വഴികാട്ടിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മറ്റ് ഇതര മതാനുയായികളായ സുഹൃത്തുക്കൾക്ക് ഇസ്ലാമിന്റെ ധന്യ അഭിവാദ്യങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.